വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭം അത് എന്താ പറയാ ഹിജാബിനെ സംബന്ധിച്ച പ്രക്ഷോഭം അത് ഇറാനിൽ നടന്നു. ആ ഇറാനിൽ നമുക്കറിയാം ഒരു യുവതിയുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ യുവതി വളരെ ഫേമസ് ആണ്. ആ യുവതി ഹിജാബ് വലിച്ചെറിഞ്ഞ് കത്തിച്ചു എന്ന് പറഞ്ഞ് ആ യുവതിയെ പച്ചയ്ക്ക് കത്തിച്ചു. ആ യുവതിയെ പച്ചയ്ക്ക് കത്തിച്ച് ആ ഇറാനിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. സ്ത്രീകളുടെ തന്നെ വലിയ ഹിജാബിന് എതിരെയുള്ള പ്രക്ഷോഭം ഉണ്ടായി. അതിനുശേഷം ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭം വീണ്ടും ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ് കേട്ടോ. ആ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ അവരെന്തിനാണ് പ്രതിഷേധിക്കുന്നത്? തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സാമൂഹിക നിയന്ത്രണത്തിനുമെതിരെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഈ മതം നമുക്ക് ഉരുട്ടി വായിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ വയറ് നിറയില്ലല്ലോ. അപ്പൊ വയറ് നിറയണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ രാജ്യത്ത് കൃഷി വേണം, നല്ല സമ്പദ് വ്യവസ്ഥ വേണം, നല്ല സാമൂഹിക ഘടന വേണം, അതിന് നല്ല ഭരണകൂടം വേണം, നല്ല ഭരണകർത്താക്കൾ വേണം. ഈ മതം പുഴുങ്ങിത്തിന്ന് ജീവിക്കുന്ന ഒരു ടീം ഉണ്ടായാൽ അത് നടക്കില്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രക്ഷോഭം 4-ാം ദിവസമായപ്പോഴേക്കും 21 പ്രവിശ്യയിലേക്ക് വ്യാപിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. പോരാത്തതിന് ഈ പ്രതിഷേധക്കാർ ഒരു അർദ്ധ സൈനിക വിപ്ലവ ഗാർഡിലെ ഒരു അംഗത്തെ കൊലപ്പെടുത്തി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇറാനിലാണെന്ന് ആലോചിക്കണം. അതായത് അവിടുത്തെ മതഭരണകൂടത്തെ പേടിച്ച് പുറത്തിറങ്ങാത്ത ജനങ്ങളുള്ള നാടാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇവിടെ മാത്രമല്ല ഈ പ്രതിഷേധം. അപ്പൊ ഇറാനിലെ തന്നെ ഇസ്ഫഹാൻ, ഹമദാൻ, ബാബോൾ, ഡെഹ്ലോറാൻ, ബാക്മാലിക്, പിയാൻ തുടങ്ങിയ നഗരങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. ഈ അയത്തുള്ള ഖമേനി അയാൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഈ നാട് കടത്തപ്പെട്ട കിരീടാവകാശി റസ പഹൽവിയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും അവിടെ നിൽക്കട്ടെ. ഇതേ സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം ഇപ്പൊ പാകിസ്ഥാനിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ സകലമാന നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കത്തലാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ തൊട്ടയൽവക്കത്ത് കിടക്കുന്ന ഇറാൻ, അവിടെയും പ്രതിഷേധം പൊട്ടിപ്പുറം. ഇപ്പൊ പാകിസ്ഥാനിലും പ്രതിഷേധം പൊട്ടിപ്പുറം. ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടായിരിക്കും ചോദിച്ചോട്ടാ ഈ ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇങ്ങനെ കലുഷിതമാവുന്നത്? ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇറാനെ സംബന്ധിച്ച് അവിടെ ഇതിനൊക്കെയുള്ള പ്രക്ഷോഭങ്ങൾ ഒരു പുത്തിരിയല്ല. ഇപ്പൊ ഇരിക്കുന്ന ആയത്തുള്ള ഖമേനിയുടെ ഭരണം തന്നെ വന്ന ഇസ്ലാമിക വിപ്ലവത്തിലൂടെയാണ്. അതിനുശേഷം കുറച്ചുനാള് അവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഒരു മതനിയമങ്ങളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു ആ രാജ്യം. പിന്നീട് നമ്മൾ കണ്ടത് 2022 ഈ ഹിജാബിനെതിരെ വലിയ രീതിയിൽ തന്നെ യുവതികളും പിന്നീട് യുവാക്കളും ഒക്കെ രംഗത്തിറങ്ങി. അതുകൊണ്ട് 500-ൽ പരം പേരെയാണ് കൊലപ്പെടുത്തിയത് അന്ന് ഈ ഇറാൻ ഭരണകൂടം. പലരെയും തുറുങ്കിലടച്ചു. അതിനുശേഷം ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ അനവധി പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഹിജാബിൻ്റെത് വലിയൊരു പ്രക്ഷോഭമായിരുന്നെങ്കിൽ അതിനുശേഷം അത്ര വലിയ ഒരു സംഭവം നടന്നില്ല. അതിന് ഒരു പ്രധാന കാരണം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒരു ആക്രമണം ഇറാനിൽ നടക്കുകയുണ്ടായി. ആ ഒരു സമയത്ത് പ്രക്ഷോഭത്തിന് സ്കോപ്പില്ല. പക്ഷെ അതിന് തൊട്ടു മുമ്പും അതിന് ശേഷവും 2 പ്രക്ഷോഭം നടന്നിരുന്നു. നമ്മളടക്കം വാർത്ത ചെയ്തിരുന്നു. അതായത് അവിടുന്ന് രാജ്യം വിട്ട, ഇല്ലെങ്കിൽ രാജ്യം വിടേണ്ടി വന്ന, ഇല്ലെങ്കിൽ ആ രാജ്യത്തുനിന്ന് ഓടിച്ച അവരുടെ രാജാവ് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ പിന്നില് ഈ പാശ്ചാത്യ ശക്തികളാണെന്ന് ഇറാൻ എപ്പോഴും പറയാറുണ്ട്. അമേരിക്കയും ഇസ്രയേലും ആണ് ഇങ്ങനത്തെ ഒരു പ്രക്ഷോഭത്തിന് കാരണം. ഇപ്പോൾ ഇവർ ഉയർത്തുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ പ്രക്ഷോഭകാരികൾ ഉയർത്തുന്ന പ്രശ്നം സാമ്പത്തിക അസമത്വം. സാമ്പത്തികമായി ഇറാൻ തകർന്ന തരിപ്പണമായി നിൽക്കുകയാണ്. കാരണം ഇനി ഇത് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധേയമായിട്ട് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത്, 2025. ആ സമയത്ത് ശ്രീമാൻ ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നൊരു വീഡിയോ വിട്ടിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നു, നിങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, നമ്മൾ ആയിരുന്നല്ലോ 1971 വരെ ഒരു ഭയങ്കര ദോസ്തുക്കളായിരുന്നു. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്ത് ഇസ്രായേലാണ്. അന്ന് ഈ അമേരിക്കയുടെയും ഒക്കെ ഒരാളായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇറാനിൽ. അതിനുശേഷമാണ് ഈ ഖമേനി വരുന്നതും മതരാഷ്ട്രമായി മാറുന്നതൊക്കെ. നമ്മൾ ഒന്നിച്ച് മുമ്പോട്ട് പോയതാണ്. ഇനിയും നിങ്ങളുടെ വികസനത്തിന് ഞങ്ങൾ ഒരുപാട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഈ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ട്രംപും അത്തരത്തിൽ തന്നെ പറഞ്ഞു. ട്രംപ് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്ത്, ഈ അലകുലത്ത് പണിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇറാൻ അതിന് വേറൊരു രീതിയിലാണ് മറുപടി നൽകിയത്. കാരണം നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മറുപടി നൽകി. അതെന്തുമായിക്കോട്ടെ, ഇപ്പൊ വീണ്ടും അവിടെ ഇറാനിലൊരു സംഘർഷം വരുമ്പോൾ ഇത്തവണ സ്ഥിതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കാരണം ഇത്തരം ഓരോ രാജ്യത്ത് നടക്കുന്ന ജൻസി പ്രക്ഷോഭങ്ങളായാലും കലാപങ്ങളായാലും അതിന് പിന്നിലൊക്കെ
അമേരിക്ക ഒരു സൈഡിലുണ്ട്, ഇപ്പോൾ ഇതിന്റെ ഭാഗത്ത് ഇസ്രയേലും കൂടി ഉണ്ട് എന്ന് പറയും. ഇവിടെ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഇസ്രയേൽ എന്തായാലും ഇറാന്റെ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ടാകും എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമല്ലോ. പക്ഷേ ഇറാന്റെ തന്നെ ഇസ്രയേലിന്റെ തന്നെ മറ്റൊരു ശത്രുവായ പാകിസ്ഥാനിലും സമാനമായ രീതിയിലൊരു പ്രക്ഷോഭം തുടങ്ങുക, അവിടെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. കാരണം ഇറാനും പാകിസ്ഥാനും രണ്ട് വശത്ത് കിടക്കുന്ന രാജ്യങ്ങളല്ല. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ ഈ പ്രക്ഷോഭം നടക്കുമ്പോൾ ഏതാണ്ട് 21ഓളം പ്രവിശ്യകൾ ഈ പ്രക്ഷോഭകാരികൾ കടന്നു കയറി പിടിച്ചെടുക്കുമ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തും ഇതേ വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. മറ്റിടത്ത് ഇസ്രയേൽ ആണെങ്കിൽ ഇവിടെ ഒരുപക്ഷെ അമേരിക്ക കൈ കൂടെ നിൽക്കത്തില്ലായിരിക്കും. ഒരുപക്ഷെ ഇസ്രയേലിന്റെ കൂടി പിന്തുണ ഈ ഒരു കലാപത്തിന് ഉണ്ടായിക്കൂടാ ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം അതിന്റെ ഒരു അലയൊലികളാണോ എന്ന്. കാരണം വിഷയം ഒന്ന് തന്നെയാണ്. പാകിസ്ഥാനിൽ വരുമ്പോൾ വളരെ രസകരമായ ഒരു വിഷയം കൂടിയാണത്. പാകിസ്ഥാനില് അവർ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറാൻ പോകുന്നു. ഇവിടെയാണ് നരേന്ദ്രമോദിയൊക്കെ നമ്മൾ പൂജിക്കേണ്ട ഒരു കാര്യം. കാരണം പാകിസ്ഥാൻ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് പോകുന്നു. അപ്പൊ കടക്കാരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ UPI സിസ്റ്റം QR കോഡ് വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാര് പറയുന്ന ഇട ഒരു വർഷം 53 ലക്ഷം കോടി രൂപയാണ് ഇവിടെ അഴിമതി നടക്കുന്നത് ഈ രാജ്യത്ത്. മൊത്തത്തിൽ അഴിമതിയാണ്. അപ്പൊ ഞങ്ങളുടെ കച്ചവടം എത്രയുണ്ടെന്ന് അറിയാനും ആ കച്ചവടത്തിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ടാക്സ് തരാനും കൈക്കൂലി മേടിക്കാനും വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇത് വെക്കുന്നതെന്നാണ് അവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. ഇവിടെ ഇതുപോലുള്ള ഓരോ ഒച്ചപ്പാടും ബഹളവും ഈ 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് സംഭവിച്ചില്ല. കാരണം നമ്മുടെ അത്രയും ജനമില്ല. 30 കോടി ജനത്തിന് 32 കോടി ജനമേ ഉള്ളൂ പാകിസ്ഥാനിൽ. അതുമാത്രവുമല്ല, നമ്മുടെ കണക്കത്തെ വ്യാപാരികളില്ല. നമുക്കെന്ന് പറഞ്ഞാൽ വഴിയോരത്തിരിക്കുന്ന കപ്പലണ്ടി കച്ചവടക്കാർ മുതൽ അങ്ങിരിക്കുന്ന വലിയ സൂപ്പർ മാർക്കറ്റുകാരൻ വരെയുണ്ട്. അവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, സുന്ദരമായി പോകുന്നു. ഇന്ന് നമ്മൾ വിസ എന്ന് പറയുന്ന ആഗോള ഭീമനായ കാർഡിനെ നമ്മൾ തള്ളിക്കൊണ്ട് നമ്മുടെ UPI 1ാം സ്ഥാനത്ത് വന്നു. 630 ബില്യണാണ് വിസ കാർഡിന്റെ. നമ്മൾ മാസ്റ്റർ കാർഡും വിസ കാർഡും ആയിരുന്നല്ലോ ബാങ്കുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ഉള്ളത് എന്തോ ക്രെഡിറ്റ് പോലായിരുന്നു. അതിനെ പിന്തള്ളിക്കൊണ്ട് അതേപോലെ തന്നെ 630 മില്യൺ ട്രാൻസാക്ഷനുമായിട്ട് നമ്മുടെ UPI ഇന്ത്യൻ കാർഡുകൾ ഇന്ത്യൻ രൂപ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇതിവിടെ നടന്നത്. പാകിസ്ഥാനിൽ ഇത് നടപ്പാക്കാൻ പോയി കഴിയുമ്പോഴാണ് പ്രക്ഷോഭം തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു കാരണം മാത്രമായിരിക്കാം. നമ്മൾ ഇപ്പൊ മലയാളത്തിൽ പറയുന്ന മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രക്ഷോഭത്തിനും നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും പ്രക്ഷോഭങ്ങളെയും യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നത് കാരണം, പെട്ടെന്നുള്ള കാരണം, അങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് അത് തിരിക്കുന്നത്. അത് കാരണമുണ്ടാകും. അത് കാരണം ബേസിക്കലായിട്ട് ഉണ്ടാകുന്ന കുറെ കാരണങ്ങൾ. പെട്ടെന്നുണ്ടാകുന്ന കാരണമുണ്ട്. അതായത് ഈ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇത് വേണ്ടേ, ഒരു ഇന്റൻഷൻ വേണ്ടേ പെട്ടെന്നുണ്ടാകാനായിട്ട്. അതായത് നമ്മുടെ ഈ പ്രൊവക്കേഷൻ വേണം. 1757 നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ അത് അതൃപ്തി എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു, സൈന്യങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് പെട്ടെന്നുണ്ടാകാനുള്ള കാരണം ഈ പന്നിയുടെ നെയ്യ് പുരട്ടിയ വെടിയുണ്ടകളാണ് എന്ന് മുസ്ലിങ്ങളും പശുവിന്റെ നെയ്യ് പുരട്ടിയ വെടിയുണ്ടകളാണ്. അത് പെട്ടെന്നുണ്ടായ കാരണമാണ്. എന്തിനും ഒരു കാരണം വേണമല്ലോ എന്ന് പറഞ്ഞ ഈ പാകിസ്ഥാനിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ആകപ്പാടെ തകർന്ന അരിപ്പണമായിട്ടിരിക്കുക. ഒരു കാരണം അന്വേഷിച്ചിരിക്കുക. നിലവിൽ തേരിക്ക താലിബാൻ നമ്മുടെ ഇമ്രാൻഖാന്റെ പാർട്ടി ഓൾറെഡി പ്രശ്നത്തിലുമാണ്, സമരത്തിലുമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് വ്യാപാരി വ്യവസായികളുടെ സമരം വരും. ഈ വ്യാപാരി വ്യവസായികളുടെ സമരം വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വ്യാപാരി വ്യവസായികളുണ്ടല്ലോ, ഇവന്മാര് കടയടച്ചിടുന്ന കണക്കാണ്. ഇവിടെ അവന്മാർ 24 മണിക്കൂർ പോലും തികച്ച് അടയ്ക്കാറില്ല. പക്ഷെ പാകിസ്ഥാനിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായെന്ന് ചോദിച്ചാൽ അവിടെ കടകമ്പോളങ്ങൾ അടഞ്ഞു തടഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണ്. ഇത് കരിഞ്ചന്തയിൽ പോലും കിട്ടാത്ത അവസ്ഥ വരും. കരിഞ്ചന്തയിൽ പോലും സാധന സാമഗ്രികൾ കിട്ടാതെ വന്നാൽ സ്വാഭാവികമായി എന്ത് പറ്റും? ജനം തെരുവിലിറങ്ങും. ഇന്ത്യയിൽ ഒരു പരിപാടി നടക്കത്തില്ല. ഇന്ത്യ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അതിന് പാരലായിട്ട് സാധനം എത്തിക്കാൻ സംവിധാനമുണ്ട്. നമ്മുടെ ഇവിടെ ആ സമരം നടക്കത്തില്ല. അത് നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് വ്യാപാരികളാണ് അവിടെ ആദ്യം സമരത്തിന് ഇറങ്ങുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ കരുതും നമ്മുടെ നാട്ടിലെ കണക്ക് നമ്മൾ അതിനെ താരതമ്യം ചെയ്യും. കുറെ വ്യാപാരികൾ സമരം ചെയ്ത് എന്ത് സംഭവിച്ചു? പക്ഷേ വ്യാപാരികൾ ഒരു 5 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സകലമാന ജനവും കോട്ടയം വട്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങും. ഇതാണ് അവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന സംഭവം. 2 സംഭവത്തിനും കാരണമൊന്ന്, 2 സംഭവത്തിലും പ്രക്ഷോഭത്തിന്റെ രീതി ഒന്ന്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ഇവിടെയാണ് കഴിഞ്ഞ അനാലിസിസിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ കൂടി ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബലൂചിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന കത്ത് അങ്ങനെ ആകെ കലങ്ങി മറിയുന്ന ഒരു അവസ്ഥ. അതായത് 2025 കണ്ട ഇന്ത്യ അല്ല നമ്മൾ 2025 ഏകദേശം ഡിസംബർ മുതൽ നമ്മൾ കാണുന്നത്. വേറൊരു ലെവലായി മാറുകയാണ് ഇന്ത്യ. നമ്മളിത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും തള്ളാണെന്ന് വിചാരിക്കും.
തള്ളല്ല. നിങ്ങൾ 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള നമ്മളുടെ നമ്മൾ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഭാഗം ഈ പാർട്ട് മാത്രം നോക്കിയാൽ മതി. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മൗനമായിരുന്നു, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചു, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മറികടന്നു എന്നൊക്കെ ഉള്ളത്. ഇന്നലെ ഞാൻ എക്കണോമിക്സ് ടൈംസിൽ ഒരു വലിയ ലേഖനം വായിക്കുകയുണ്ടായി. അതിനകത്ത് അവർ പറയുന്ന താരിഫ് ഇനി ഒരു വിഷയമേ അല്ല, നമുക്ക് അതിനെ നമ്മൾ മറികടന്നു കഴിഞ്ഞു മറ്റു രാജ്യങ്ങളെ കയറ്റുമതി ചെയ്തുകൊണ്ട്. ജനുവരിയിൽ നമ്മൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെക്കുകയാണ് എന്ന് പറയും. അതായത് താരിഫിനെ പോലും നമ്മൾ സുന്ദരമായി മറികടന്നിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോളിസികൾ നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ആ പ്രക്ഷോഭം ഈ ഇറാനെ പോലെ തന്നെ പുതിയ സംഭവമൊന്നുമല്ല. മിക്കവാറും ഒക്കെ അവിടെ പവർ കട്ടിനെതിരെ പ്രക്ഷോഭമാണ്. അതുകൂടാതെ തന്നെ ജല കിട്ടാത്തതിന്റെ പ്രക്ഷോഭമാണ്, പാല് കിട്ടാത്ത പ്രക്ഷോഭമുണ്ട്, ഗോതമ്പിന് വില കൂടിയ പ്രക്ഷോഭമുണ്ട്. അങ്ങനെ പ്രക്ഷോഭങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അവിടെ നടക്കുന്നത്. കുത്തഴിഞ്ഞ മൊത്തം തകർന്നരിപ്പണമായി കിടക്കുന്ന രാജ്യം. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റു ചിലതുകൂടുണ്ട്. ഇത് നാളെയോ മറ്റന്നാളോ കണ്ടാണ് അവർ പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്തത്. അതിനോടനുബന്ധിച്ച് തന്നെ പാക് അധിനിവേശ കാശ്മീരിലും പ്രക്ഷോഭം തുടങ്ങും, സിന്ധു മേഖലയിൽ പ്രക്ഷോഭം തുടങ്ങും, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ന്യൂ ഇയർ സമ്മാനമായിട്ടൊരു വലിയ അടിയും നടക്കും. എവിടെയെങ്കിലുമൊക്കെ മറ്റു കുറെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് ഒരാഘോഷവും നടക്കും. അങ്ങനെ ഏതായാലും ഈ ജനുവരി പിറന്നു വീഴുന്നത് വാർത്തകൾ ഇല്ലായ്മയിൽ നിന്നല്ല, ധാരാളം വാർത്തകളിലൂടെയാണ്. വാർത്തകളുടെ ഒരു ചാകരക്കാലമാണ് ഇനി തൊട്ട് അങ്ങോട്ട്. 2025 പൊതുവെ വാർത്തകൾക്ക് വലിയ സ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏകദേശം ഇന്ത്യ മൗനത്തിലായിരുന്ന ഒരു വർഷമായിരുന്നു 2025 നമുക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ആഭ്യന്തര വിഷയങ്ങളിലായിരുന്നു. തെരഞ്ഞെടുപ്പായാലും ആഭ്യന്തര കാര്യങ്ങളെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ കാര്യത്തിലേക്ക് അപ്പുറം മറ്റു കാര്യങ്ങളിലൂടെ ഇടപെടാൻ, കാരണം അത് നമ്മുടെ നിലനിൽപ്പിന്റെ വിഷയമായതുകൊണ്ടാണ്. അതല്ലാതെ നമുക്കിപ്പോൾ ലോക പോലീസ് ആകാനൊന്നും വേണ്ടിയിട്ടല്ല, നമുക്ക് നിലനിൽക്കണമല്ലോ. മറ്റേ ഈ ദേവാസുര സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് അല്ലോ, എന്താണ്, എനിക്ക് ജീവിക്കണം ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വെട്ടുന്നത്. അല്ലാതെ ശേഖരനെ കൊല്ലണമെന്ന് മറ്റേ ഈ മോഹൻലാലിന് താല്പര്യമില്ല. പകരം എനിക്ക് ജീവിക്കണം മുമ്പോട്ട്, അതിന് നീ നേരെ ചൊവ്വയുള്ള ആരോഗ്യത്തോടെ ഇരുന്നാൽ നടക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ ഒരു പോളിസിയിലേക്ക് ഇന്ത്യ മാറി എന്ന് വേണം കരുതാനായിട്ട്.